ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ലെസണാണ് എടുക്കുന്നത് 3 ഇയേഴ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. ആദ്യം നമുക്ക് ഈ ലെസണിനെ പറ്റി പറയുന്നതിന് മുമ്പ് എൻ്റെ ഓതറിനെ പറ്റി ഒന്ന് പറയാം. ശരിക്കും ഇതൊരു സ്പീച്ചാണ്. ക്രിസ്ത്യൻ ലഗാർഡിൻ്റെ മെയ് 19 2014 നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിങ്ടണിൽ നടന്ന ഒരു സ്പീച്ചാണിത്. ക്രിസ്ത്യൻ ലഗാർഡ് G8 എക്കോണമിയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ ഈ സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ലെസൺ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് ഫുള്ളി ഒന്ന് മലയാളത്തിലൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. Good morning. It's great to be among friends and kindred spirits. The 21st century poses many challenges that require many ways of thinking, none more important than the economic role of women in the rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost in some countries. Per capita income lags significantly because women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change this picture in a concerned effort to open the door to opportunity with what I call the 3 L's of women empowerment, learning, labor and leadership. അതായത് ഈ പാരഗ്രാഫിൽ പറയുന്നത് 3 L'സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് 3 L's എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. 21st സെഞ്ചുറിയിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്പീച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അതായത് വുമണിൻ്റെ എക്കണോമിക് റോൾ ഇങ്ങനെ തടസ്സമില്ലാതെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അതാണ് റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ എക്കണോമിയിൽ വുമണിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുമൻസിൻ്റെ റോൾ എന്താണെന്ന്. അതായത് നമ്മളുടെ പോപ്പുലേഷൻ്റെ 50% വുമൻസ് ആണെങ്കിലും വുമൻസിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയിലുള്ള കോൺട്രിബ്യൂഷൻ അത്രത്തോളം ഇല്ല. 50% താഴെയാണുള്ളത്. അതേപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല അവർക്ക്. വുമൻസിനും മെൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല. അങ്ങനെ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അവർക്ക് പുറത്ത് കാണിക്കാൻ, അവരുടെ കഴിവുകളെയും അവരുടെ പൊട്ടൻഷ്യലിനെയും പുറത്ത് കാണിക്കാൻ പറ്റാത്ത, പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവർക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അകത്തെ 3 L's നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിലെ 3 L's എന്ന് പറയുന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ലേണിങ്ങിനെ പറ്റിയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. അതായത് എഡ്യൂക്കേഷനാണ് നമ്മളുടെ വേൾഡിൽ തന്നെ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ നിന്ന് വേണം നമ്മൾ എന്തും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. ലേണിംഗ് ഹെൽപ്സ് വുമൺ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദം ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Nowhere is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലേണിങ്ങിനെ പറ്റിയാണ്. ഈ 3 L'സിലെ ഫസ്റ്റ് L-ആണ് ലേണിംഗ്. അതായത് ലേണിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. വേൾഡിൽ തന്നെയാണെങ്കിലും എന്തൊരു ചേഞ്ചിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. എഡ്യൂക്കേഷനിൽ നിന്ന് വേണം നമുക്ക് എന്തും തുടങ്ങാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് എന്ത് ചേഞ്ച് സംഭവിക്കണമെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരിക്കണം, വിദ്യാഭ്യാസമായിരിക്കണം. അപ്പോൾ ഈ ആഫ്രിക്കൻ അഡേജിൽ പറയുന്നത്, അതായത് പഴഞ്ചൊല്ല്, ഈ സീയിങ്ങിൽ പറയുന്നത് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നാണ്. ഇതിൻ്റെ മീനിങ് ഇതാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ആ സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് നിങ്ങളൊരു ബോയിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ, ആ ബോയിനെ നിങ്ങൾ ഒരു മാനായിട്ട് ട്രെയിൻ ചെയ്യാണ്. അതായത് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസോ അയാളുടെ ഏജോ അല്ല അതിനെ റെഫർ ചെയ്യുന്നത്. ഒരു 30+ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ മെൻ എന്നുള്ള ഇതിൽ യൂസ് ചെയ്യുന്നത്. അതേഴ്സ് നമ്മൾ ബോയ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ബിഹേവിയർ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫെക്ഷൻ വെച്ചിട്ടാണ് എത്രത്തോളം നന്നായിട്ടാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹിസ് എ മാൻ, അങ്ങനെ നല്ലൊരു ആളായിട്ട് ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മൾ വീട്ടിൽ ഗേൾസാണ് പാരൻസായിട്ട് കുറച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. കോമൺലി എല്ലായിടത്തും അല്ല, എന്നാലും പൊതുവെ എങ്ങനെയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഗേൾ, അവൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവൾക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ അവൾക്ക് അങ്ങനെ ഫ്രീ ആയി അവളുടെ കഴിവുകളെ വളർത്താൻ പറ്റുന്ന രീതിക്ക് അവളത് പാരൻസുമായിട്ട് ഷെയർ ചെയ്യും, റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യും. അവളുടെ ചുറ്റുപാടുമുള്ള എല്ലാം അവൾക്ക് വളരാൻ കഴിയുന്ന രീതിക്ക് മാറ്റിയെടുക്കാൻ അവൾ ശ്രമിക്കും. നല്ലൊരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ ആ വില്ലേജ്, അവൾ താമസിക്കുന്ന ആ ചുറ്റുപാടും അവളുടെ ചുറ്റും അവൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അതിനെല്ലാം ഒരു നല്ല ചേഞ്ച് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്, നല്ലൊരു വളർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അതാണ് ആ സെൻറ്റൻസിൻ്റെ, ഈ ആഫ്രിക്കൻ അഡേജിൻ്റെ മീനിങ്. ഇനി തേർഡ് പാരഗ്രാഫ്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് എ ഫസ്റ്റ് സ്റ്റെപ്പ്,
Labor is second. Labor is the second. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workplace, they too often tend to get stuck in low-paying, low-status and low-security jobs. ഇത്രയും നമുക്ക് നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ലേബറാണ്, അതായത് ജോലി. വിദ്യാഭ്യാസം കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് എൽ, 3 Ls ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് എൽ എന്ന് പറയുന്നത് ലേബറാണ്. ഒരു വുമണിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെയും ട്രൂ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണോ തൻ്റെ കഴിവുകൾ അതെല്ലാം പ്രകടിപ്പിക്കാൻ വുമണിന് അവസരം കിട്ടുന്നത് ലേബറിൽ വരുമ്പോഴാണ്. പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കാനുള്ള അവസരം കിട്ടുക അത് ലേബറിൽ വരുമ്പോഴാണ് അതിനുള്ള അവസരം കിട്ടുന്നത്. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റിൽ വുമൺ വർക്ക് ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറവാണ്. അവർക്ക് അധികം എന്ന് വെച്ചാൽ ലോ സെക്യൂരിറ്റി ജോബ്സാണ് കിട്ടുന്നത്. വലിയ വലിയ മേഖലകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ മെൻ ഒരു ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 3/4 മാത്രമാണ് മെന്നിൻ്റെ, അതിൻ്റെ 3/4 മാത്രമാണ് വുമണിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. വർക്ക് ഒരു സെയിം വർക്കിന് സെയിം പേയ്മെൻറ്റ് കിട്ടുക. അതായത് ഒരു വർക്ക് ഒരാൾ ചെയ്യുന്നു, അത് 2 പേര് ചെയ്യുമ്പോൾ 2 പേർക്കും 2 വേജസ് കിട്ടുന്നതിന് പകരം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. Recent researchers show that eliminating gender gaps in economic participation can bring an increase in per capita income. നമ്മുടെ രാജ്യത്തിൻ്റെ per capita ഇൻകത്തിൽ തന്നെ ഇൻക്രീസ് വരുത്താൻ സാധിക്കും. അതായത് ജെൻഡർ ഗ്യാപ്സ് ഇല്ലാതെ വന്ന വുമണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൽ തന്നെയുള്ള നമ്മളുടെ വേൾഡിലുള്ള per capita ഇൻകത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിലെ per capita ഇൻകത്തിൽ തന്നെ ഇൻക്രീസ് വരും. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws, for example by ensuring that the property and inheritance law is not discriminate against women. അതായത് പാരമ്പര്യ സ്വത്തിൽ അവകാശമില്ല, അങ്ങനെയുള്ള ലോസുകളൊക്കെ ഒരുപാടുണ്ട്. വുമൻസിന് അവകാശമില്ല എന്നൊക്കെ പറയുന്ന ലോസുകളുണ്ട്. അങ്ങനെ ഒരുപാട് ലോസുകൾ അതേപോലെയുള്ള എക്സാമ്പിൾ പറഞ്ഞാണ് അതേപോലെയുള്ള ലോസുകളുണ്ട്. അപ്പോൾ ഈ ലോയൊക്കെ മാറ്റി അതിൻ്റേതായ രീതിക്ക്, അതായത് എല്ലാവർക്കും ഈക്വൽ എന്നുള്ള ലോ വരണം. അപ്പോൾ നമ്മളുടെ വുമൻസിൻ്റെ റെസ്ട്രിക്ഷൻസ് മാറി അവർക്ക് ഫ്രീ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ സാധിക്കും. മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം നമുക്കതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷനൊക്കെ മാറണം. 3 Ls അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പാരഗ്രാഫ് നോക്കാം. It also means policies that encourage education and health care. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So learning and labor are key factors. നമുക്ക് എഡ്യൂക്കേഷനും മാത്രം പോരാ, ലേബർ മാത്രം പോരാ, ഹെൽത്ത് കെയറും വേണം, പ്രോപ്പർ ഹെൽത്ത് കെയറും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല പാർട്ടിസിപ്പേഷനിൽ പോകാൻ പറ്റുള്ളൂ. ഏത് മേഖലയിലാണെങ്കിലും ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലേണിങ്ങും ലേബറും കീ ഫാക്ടേഴ്സാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലീഡർഷിപ്പ്. ദാറ്റ് enables the third L is leadership, and that enables women to raise and fulfill their innate abilities and talents. Here there is plenty of room for improvement. The irony is that when women lead, they tend to do as good job as others, if not a better job. They are more likely to make decisions based on consequences, building inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence. അതായത് ഈ തേർഡ് എൽ അത് അവരുടെ എല്ലാ ടാലൻസിനെയും അബിലിറ്റീസിനെയും ഫുൾഫിൽ ചെയ്യുന്ന ഒന്നാണ്. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടി, വിദ്യാഭ്യാസം കിട്ടി, ലേബർ കിട്ടി, ജോലി കിട്ടി, നമുക്കൊരു ലീഡർഷിപ്പും കൂടെ വേണം. മുൻപിൽ നിന്ന് നയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ വേണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാത്തിനുമെതിരെ പോരാടാൻ, അല്ലെങ്കിൽ എല്ലാത്തിനുമെതിരെ ആ ലോസൊക്കെ മാറ്റി എഴുതി റെസ്ട്രിക്ഷൻസിനെയൊക്കെ തകർത്ത് നമുക്ക് മുമ്പിലോട്ട് പോകാനുള്ള ഒരു പവർ കിട്ടുന്നത് ലീഡർഷിപ്പിലൂടെയാണ്. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നമ്മളെ ഡിഫറൻസിനെ ഡെയർ ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് അവരുടെ മുമ്പിൽ നിന്നൊരു സ്പീച്ച് പറയാൻ പറഞ്ഞാൽ നമ്മൾ കൂളായിട്ട് പറയും. കാരണം അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. നമുക്ക് പറയാൻ ഒരു പേടി ഉണ്ടാവില്ല, നമ്മൾ ഫ്രീ ആണ്. അതേപോലെ നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മളുടെ എനിമീസ് ആയിരിക്കാം, അവരുടെ മുമ്പിൽ നിന്ന് നമുക്കത് പറയേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ര കംഫർട്ടായിരിക്കില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്താണ്. ആ നിൽക്കുന്ന സമയത്തും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിന്ന് പറഞ്ഞ അതേ സ്പിരിറ്റോടുകൂടി നമുക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ലീഡർഷിപ്പിൻ്റെ മൈൻഡ് സെറ്റ്. നമ്മൾ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കോൺഫിഡൻസ് നയിക്കാനുള്ള ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, റിസ്ക് എടുക്കാതെ നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻസിനെ ഡെയർ ചെയ്യാനും സാധിക്കില്ല. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 Ls will help us get there. ഈ കുഞ്ഞു പാരഗ്രാഫിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ
ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമായി എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പിൽ വരുന്ന ആ പൊട്ടൻഷ്യലിനെ മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഓവർകം ചെയ്യണം. അതായത് പ്രതിസന്ധികളൊന്നുമില്ലാതെ വന്നാൽ മാത്രമേ, വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ആൻഡ് പ്രിജുഡൻസ്, അതായത് ഒരു കാര്യത്തിനെ പറ്റി അറിയാതെ അതിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സൊസൈറ്റി ടോട്ടലി അങ്ങനെയാണ്. ഇപ്പോൾ അവരത് ചെയ്യുമ്പോൾ അത് ശരിയാണെങ്കിൽ കൂടെയും അതിനെപ്പറ്റി ശരിയാണെങ്കിൽ തന്നെ അത് തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ അതിനെപ്പറ്റി എന്താണ് എന്ന് പോലും അറിയാതെ അത് കൊള്ളില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നുമില്ലാതെ വന്നാലാണ് വുമണിന് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്തെടുത്ത് മുമ്പിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് വേൾഡിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ആ ബെനിഫിറ്റ് ഇങ്ങനെ നടക്കണമെങ്കിൽ, ഇത് സംഭവിക്കണമെങ്കിൽ ഈ 3 Ls അതിനെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, ഇഫ് വി ഡയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. അതായത് നമ്മൾ ഈ വ്യത്യസ്തതയെ ഡയർ ചെയ്ത് മുമ്പിലോട്ട് പോകുമെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് ലഭിക്കും. ഇതാണ്, താങ്ക് യു വെരി മച്ച്, ഇതാണ് ഈ സ്പീച്ച് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ യൂണിറ്റിൻ്റെ പേരാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. അതിൽ ഫസ്റ്റ് ലെസനാണ് 3 Ls ഓഫ് എംപവർമെൻറ്റ്. ഇതൊരു സ്പീച്ചാണ്, മെയ്ഡ് ഓൺ 19th May 2014. ഇത് ഡെലിവർ ചെയ്തത് ക്രിസ്റ്റ്യൻ ലഗാർഡാണ്. അതായത് ക്രിസ്റ്റ്യൻ ലഗാർഡിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കോണമി. ഇനി ഇതിൻ്റെ ഈ ലെസണിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് മെയിൻ പോയിൻറ്റ്സ് ആണിത്. എക്കണോമിക് റോൾ ഓഫ് വുമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. 3 Ls, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആൻ ആഫ്രിക്കൻ അഡേജ് ആ സെയിങ് ആണ്, ഇഫ് യു എഡ്യൂക്കേറ്റഡ് ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റഡ് ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈ ഫാക്ടേഴ്സ്, ലേണിംഗ് ആൻഡ് ലേബർ, dare the difference, to take risk and step out their comfort zone. If you dare the difference will deliver. Daring the difference means embracing and accepting diversity, uniqueness and contrasts. The difference will deliver means that by embracing these difference, we will reap benefits, gains or positive outcomes. ഈ സെൻറ്റൻസ് നമ്മൾ എൻകറേജ് ചെയ്യുന്ന എന്തിനാണെന്നാണ്, ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ആൻഡ് ചലഞ്ചസ് നോംസ്. അതായത് നമ്മൾ ആ തടസ്സങ്ങൾ തകർത്ത് നിയമങ്ങൾക്കും ചിന്താശക്തികൾക്കും വെല്ലുവിളിച്ച് ചെയ്യുക. ബൈ ഡൂയിങ് വി അൺലോക്ക് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത്രയാണ് നമുക്കിതിൽ നിന്ന് റിവൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്, ഓതറിനെ പറ്റിയും ഇതിൻ്റെ ഒരു സമ്മറിയും ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ.